ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇപ്പോൾ ലുലു മോളിൽ 50% ഓഫ് നടക്കുവാണ്, സെയിൽ നടക്കുവാണ്. 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് സെയിൽ. അങ്ങനെ ഞങ്ങളിവിടെ വന്നേക്കുവാണ്. അപ്പം ഞങ്ങളിവിടെ ഫാഷൻ സ്റ്റോറിലോട്ടാണ് ആദ്യം വന്നത്. സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറുന്നിടത്ത് തന്നെ കുറേ ടോയ്സും അതുപോലെ ബാഗും ചെരുപ്പും അങ്ങനത്തെ കുറേ ഓഫേഴ്സ് ഉള്ളത് ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം റിച്ചുവിന് എന്തെങ്കിലും ടോയ്സ് കിട്ടുമോ അറിയാൻ വേണ്ടി അവിടെ നോക്കുകയാണ്. കുറേ ഐറ്റംസിന് 50% ഓഫ്, നല്ല വിലക്കുറവുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വാങ്ങിയത് അവനൊരു ഗണ്ണ് വാങ്ങി, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യയുടെ പസിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വാങ്ങി. ബിൽഡിംഗ് ബ്ലോക്സും ഉണ്ടായിരുന്നു 1000 റുപ്പീസിന്. പിന്നെ അത് ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ ലുലുവിലോട്ട് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുവന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ടോയ് സെഷനിൽ നിന്ന് മാറത്തില്ല. പിന്നെ അവന് ടോയ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും പിന്നെ നമുക്കൊന്നും വാങ്ങാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ബഹളമായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമാണ് വന്നത്. പിന്നെ തിരക്കൊക്കെ അല്ലേ, അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുവന്നില്ല. ഇവിടെ തന്നെ സോക്സും പിന്നെ മാറ്റ്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, അങ്ങനെ കുറേ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാത്ത് മാറ്റ് 2 വാങ്ങി, ഒരു ചെറുതും ഒരു വലുതും വാങ്ങി. പിന്നെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം 50%, അല്ലെങ്കിൽ ബൈ 1 ഗെറ്റ് 1 ഫ്രീ, 30%, അങ്ങനെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ടൈപ്പ് ഐറ്റംസിനും അവിടെ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ കുറേ കുർത്ത സെക്ഷനും, അപ്പോൾ ഓഫീസിൽ 5 ദിവസമൊക്കെ തുറന്നുകൊണ്ട് ഞങ്ങൾ കുറേ ഡ്രസ്സിൻ്റെ ആ സെക്ഷനൊക്കെ പോയെങ്കിലും എനിക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. ഞാൻ എടുത്തത് ഒരു ഗ്യാപ്പിൻ്റെ ജീൻസാണ്. അത് 3499 രൂപയായിരുന്നു. അത് 1749 രൂപയ്ക്ക് ഓഫറിന് കിട്ടി. 50% ഓഫായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ഹോം വെല്ലിൻ്റെ മെമ്മറി ഫോം പില്ലോയാണ്. അത് നെക്ക് പെയിൻ ഒന്നും ഉണ്ടാവാതെ നല്ലതാന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പോൾ പിന്നെ ഒരെണ്ണം വാങ്ങിയതാണ്. ചുരിദാറും കുർത്തയും പാർട്ടി വെയർസും ചുരിദാർ മെറ്റീരിയലും അങ്ങനെ എല്ലാ സെഷനിലും ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ബാഗ്, ചെരുപ്പ്, അങ്ങനെ എല്ലായിടത്തും ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ജെൻസിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ, 50% ഓഫ്, എല്ലാ ബ്രാൻഡഡ് ഷർട്ട്സിനും ജീൻസിനും അല്ലാതെ ഓഫീസ് പാൻസിനും എല്ലാത്തിനും ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാപ്പിൻ്റെ ഒക്കെ ഹൂഡി ഡ്രസ്സിനൊക്കെ 50% ഓഫ് ഉണ്ടായിരുന്നു. എനിക്ക് അതൊരെണ്ണം വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ലാർജ് സൈസ് ഒന്നും കണ്ടില്ല. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ അതിൻ്റെ സൈസിന് കിട്ടിയില്ല. പിന്നെ നല്ലത് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ഓഫേഴ്സ് കുറേ ഉണ്ടായതുകൊണ്ട് തിരക്കും ഉണ്ടായിരുന്നു. അതുപോലെ ട്രയൽ റൂമിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രസ്സൊന്നും ട്രയൽ ചെയ്യാൻ പിന്നെ കുറേ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. പിന്നെ വൈറ്റ് ഡ്രസ്സൊന്നും ട്രയൽ ചെയ്യാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഫ്ലോറൽ ഡ്രസ്സിൻ്റെ കുറച്ച് ടോപ്സൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ കണ്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ കാണുകയെന്നുണ്ടെങ്കിലും അതിന് ഭയങ്കര റേറ്റും ആയിരിക്കും. അപ്പം ഞാൻ ഓർക്കും നമ്മൾ മിന്ത്രയിലോ ആമസോണിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറഞ്ഞ റേറ്റിന് കിട്ടുമല്ലോ എന്ന് ഓർക്കും. പക്ഷേ ഗ്യാപ്പിൻ്റെ ടീഷർട്ട് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിയേനെ. എനിക്ക് ആ കളറങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതുപോലെ ജീൻസ് ഇങ്ങനെ കുറേ പലയിടത്തും ഇതുപോലെ ഓഫർ ഭയങ്കരമായിട്ട് വെച്ചേക്കുന്നത് കാണുമ്പം എവിടെന്നെങ്കിലും ഒരു ജീൻസ് വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ജീൻസിൻ്റെ നോക്കിയിട്ടാണ് അവസാനം ഞാൻ ഒരു ജീൻസ് എടുത്തത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കൂട്ടിയിടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും എടുത്തിട്ട് കൂട്ടിയിടും, അവിടുത്തുള്ളവർ അത് മടക്കി വെക്കും, പിന്നെ ഇത് തന്നെ കൂട്ടിയിട്ടേക്കുന്ന ഒരു ഇതായിരുന്നു. ആ സൈഡിലൊന്നും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ തോന്നത്തില്ല. ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കഷ്ടപ്പെട്ടെടുക്കാനൊന്നും തോന്നത്തില്ലല്ലോ. അങ്ങനെ എല്ലാ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു, ബില്ലിങ് എല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ നേരെ താഴെ വന്നപ്പം താഴെയും ഇതുപോലെ കുറേ ഓഫേഴ്സ്, എന്തൊക്കെയോ പാത്രങ്ങളോ മിക്സി അങ്ങനത്തെ കുറേ ഐറ്റംസിൻ്റെ ഒക്കെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലും കയറണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇത്രയും നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറിയില്ല. പിന്നെ അത്രയും ക്യൂ നിൽക്കണമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ക്രിസ്മസ് ട്രീ വെച്ചേക്കുന്നത് കണ്ടത്. അപ്പം ഞങ്ങൾ ക്രിസ്മസിനൊന്നും ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. വീക്കെൻഡിൽ ശരിക്കും തിരക്കാണ്, പക്ഷെ ഓഫറും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങനെ അനങ്ങുന്ന പോലും ഇല്ല. ഞങ്ങൾ ലുലുവിന്റെ പാർക്കിങ്ങിലല്ല പാർക്ക് ചെയ്തത്. ഞങ്ങൾ പുറത്ത് ഒരു പേ ആൻഡ് പാർക്ക് ഉണ്ടായിരുന്നു, അവിടെയും ഫുള്ളായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഒരു വണ്ടി പോയപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇടാൻ പറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് ആയിട്ട് പെട്ടെന്നൊന്നും നമ്മൾ മുകളിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ഇറങ്ങാനും നമ്മൾ ഒത്തിരി ലേറ്റായി പോയേനെ. പക്ഷേ അവിടെ പുറത്ത് പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം വാങ്ങി വരാനൊക്കെ പറ്റി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. വന്നപ്പോഴേ റിച്ചുവിന് വാങ്ങിയ ടോയ് എല്ലാം എടുത്തു കൊടുത്തു. ഇതാണ് ആ ഗണ്ണ്. ഇത് നമുക്ക് ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് ചുമ്മാ ഇതുപോലെ ചെയ്ത് കളിക്കാം. അങ്ങനെ അവൻ അതെല്ലാം നോക്കണം. അവന് ശരിക്കും ഇതിന്റെ ഓൾറെഡി ഞങ്ങൾ ലുലു മോളിൽ നിന്ന് പണ്ടൊരെണ്ണം വാങ്ങിച്ചായിരുന്നു. അതെവിടെയോ കൊണ്ട് കളഞ്ഞു.
അങ്ങനെയാണ് പിന്നെ ഇതിന്റെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചത്. 499 രൂപയുടെ ഗൺ നമുക്ക് 249 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ നമ്മൾ അവന് വാങ്ങിയതായിരുന്നു ഈ ഇന്ത്യയുടെ പസില്. അപ്പം അത് 40 പീസസ് ഉള്ള ഒരു പസിലാണ്. അപ്പം ഇതിനകത്ത് ഗെയിമും ഉണ്ട്. അതിനകത്ത് നമുക്ക് കുറെ കാർഡ്സ് ഉണ്ട്. അപ്പം ആ കാർഡ്സിനനുസരിച്ച് ഗെയിം കളിക്കാം. അപ്പോൾ ഓരോ സ്റ്റേറ്റിനെ പറ്റിയിട്ടും കുറച്ചും കൂടെ നമുക്ക് ഐഡിയ ഒക്കെ കിട്ടും. പക്ഷേ അതൊരു 6+ ഇയേഴ്സിന്റെ പസിലാണ് ശരിക്കും ഇത്. അപ്പം ഇത് പിന്നീട് ചെയ്യിക്കാന്ന് വിചാരിച്ചു. അപ്പം അല്ലാതെ ജസ്റ്റ് ആ ഇന്ത്യയുടെ മാപ്പ് കറക്റ്റ് ആക്കാനും ആ ഒരു പസിലിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പം അതിന്റെ ബോർഡിൽ പടമുണ്ട്. അപ്പം അത് നോക്കിയിട്ട് അവർക്ക് ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും. 349 രൂപയുടെ പസിൽ നമുക്ക് 69 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഒരു പില്ലോയാണ്. ഇത് 1500 രൂപയുടെ ഓസ്ട്രോനോട്ട് മെമ്മറി ഫോം കൗണ്ടർ പില്ലോ. അത് നമുക്ക് 499 രൂപയ്ക്കാണ് കിട്ടിയത്. നല്ല സ്മൂത്താണ്, സോഫ്റ്റാണ്. നെക്ക് പെയിനും ബാക്ക് പെയിനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് 2 ബാത്ത് മാറ്റാണ്. ഈ അവിടെ ലുലുവിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുമ്പോഴെല്ലാം ഈ മാറ്റിൻ്റെ ഒക്കെ ഓഫേഴ്സ് അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും ഞങ്ങൾ 2 മാറ്റ് വാങ്ങി. ഇത് 799 രൂപയായിരുന്നു. അത് 249 രൂപയ്ക്ക് കിട്ടി. ഇത് 499 രൂപയുടേത് 179 രൂപയ്ക്കുമാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലുലു മോളിലെ ഓഫർ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.